ജമ്മു കാശ്മീരും ആർട്ടിക്കിൾ 370. ക്വിക്ക് റീഡിംഗ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകി. 1952 നവംബർ 17 മുതൽ 2019 ഒക്ടോബർ 31 വരെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായിരുന്നു. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടന, ഒരു സംസ്ഥാന പതാക, ആഭ്യന്തര ഭരണത്തിൻ്റെ സ്വയംഭരണം എന്നിവയ്ക്കുള്ള അധികാരം ലഭിച്ചു. താൽക്കാലിക പരിവർത്തന പ്രത്യേക വ്യവസ്ഥകൾ എന്ന തലക്കെട്ടിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം ഭാഗത്തിലാണ് ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത്. പ്രതിരോധം, ആശയവിനിമയം, ധനകാര്യം, വിദേശകാര്യം എന്നിവ ഒഴികെയുള്ള നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം വേണമായിരുന്നു. ഭൂമിയെ സംബന്ധിച്ചുള്ള ക്രയവിക്രയങ്ങൾ അവിടുത്തെ ജനങ്ങൾ തമ്മിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആർട്ടിക്കിൾ 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. യുദ്ധകാലത്തോ അക്രമ സാഹചര്യങ്ങളിലോ മാത്രമേ കഴിയൂ. 2019 ഓഗസ്റ്റ് 5-ന് 1954 ഉത്തരവ് റദ്ദാക്കി ഇന്ത്യൻ സർക്കാർ ഒരു രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമാക്കി. 2/3 ഭൂരിപക്ഷത്തോടെ 2019 ഓഗസ്റ്റ് 5-ന് രാജ്യസഭയും ഓഗസ്റ്റ് 6-ന് ലോക്സഭയും പാസാക്കി. 2019 ഓഗസ്റ്റ് 6-ന് പുറപ്പെടുവിച്ച മറ്റൊരു ഉത്തരവ് ആർട്ടിക്കിൾ 370-ലെ ക്ലോസ് 1 ഒഴികെയുള്ള എല്ലാ ഖണ്ഡികകളും പ്രവർത്തനരഹിതമാക്കി. ഇതിനു പുറമെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 പാർലമെൻറ്റ് പാസാക്കി. ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. 1 ജമ്മു കാശ്മീർ, 2 ലഡാക്ക്. പുനഃസംഘടന 2019 ഒക്ടോബർ 31-ന് നിലവിൽ വന്നു. ഇതുപ്രകാരം ജമ്മു കാശ്മീരിന് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് നിയമിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണറും ഗവൺമെൻറ്റിൻ്റെ തലവനും മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ അധ്യക്ഷനുമായ മുഖ്യമന്ത്രിയും ഉണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. വേനൽക്കാലത്ത് ശ്രീനഗറും മഞ്ഞുകാലത്ത് ജമ്മുവുമാണ് ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനങ്ങൾ. ഔദ്യോഗിക ഭാഷകൾ കാശ്മീരി, ഡോഗ്രി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്.